മലയാളികൾ മറക്കാത്ത രണ്ട് പേരുകളാണ് അന്നക്കുട്ടിയും മറിയക്കുട്ടിയും. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് യാചന നടത്തിയാണ് ഇവർ ജനങ്ങൾക്ക് മുന്നിലെത്തിയത്. ഇപ്പോൾ അതിൽ അന്നക്കുട്ടി മരണപ്പെട്ടിരിക്കുകയാണ്, അതും ഒരു ഓണക്കാലത്ത്. ശരിക്കും 2023 നവംബർ മാസത്തിലാണ് ഈ സമരം നടക്കുന്നത്. ഒരു വ്യത്യസ്തമായ സമരം, കേരളത്തെ ആകെ പിടിച്ചുലച്ച ഒരു സമരം. അതായത് ക്ഷേമ പെൻഷൻ മുടങ്ങി വലിയ കുടിശ്ശികയായി, ഒരുപാട് മാസങ്ങളായി ക്ഷേമ പെൻഷൻ കിട്ടാനില്ലായിരുന്നു. അങ്ങനെ ഗതികെട്ട് വയോവൃദ്ധരായ രണ്ട് സ്ത്രീകൾ, അതായത് 88 87 വയസ്സുള്ള മറിയക്കുട്ടിയും അന്നക്കുട്ടിയും ആണ് അന്ന് കഴുത്തിലൊരു ബോർഡും തൂക്കി ഈ സമരത്തിന് ഇറങ്ങിയത്. ഭിക്ഷ യാചിച്ചുകൊണ്ട്, ക്ഷേമ പെൻഷൻ മുടങ്ങിയ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഭിക്ഷ എടുത്ത് സമരത്തിന് ഇറങ്ങി. അത് വലിയ നാണക്കേടാണ് പിണറായി സർക്കാരിന് ഉണ്ടാക്കിയത്. അന്ന് ആ സമരം ഈ പറഞ്ഞതുപോലെ ഇവർ അടിമാലി സ്വദേശികളാണ്. മൺചട്ടിയുമായിട്ടാണ് ഇവർ ഭിക്ഷ എടുത്ത് സമരം ചെയ്ത് പ്രതിഷേധിച്ചത്. അത് അന്ന് ഈ എന്താ പറയുക, കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയായി, മാധ്യമങ്ങളിലടക്കം അത് വലിയ ചർച്ചയായ ഒരു വിഷയമാണ് ഈ സംഭവം. തുടർന്ന് രമേശ് ചെന്നിത്തലയും BJPയുടെ സുരേഷ് ഗോപിയും ഒക്കെ ഇവരെ കാണാൻ വന്നിരുന്നു. മറിയക്കുട്ടിക്ക് അന്നക്കുട്ടിക്കൊക്കെ വേണ്ട സഹായങ്ങൾ ഇവർ എല്ലാവരും വാഗ്ദാനം ചെയ്തു. കോൺഗ്രസ്സുകാർ ഇടപെട്ട് മറിയക്കുട്ടിക്ക് ചെറിയൊരു വീട് നിർമ്മിച്ചു കൊടുത്തു. അങ്ങനെ ആ സംഭവങ്ങളൊക്കെ നടന്നു. പക്ഷെ സർക്കാരിന് മായ്ച്ചാലും മാറാത്ത ഒരു നാണക്കേടായി ആ സംഭവം മാറി. മാത്രമല്ല, ഈ മറിയക്കുട്ടി വളരെ രൂക്ഷമായിട്ടാണ് സർക്കാരിനെതിരെ അന്ന് വിമർശനം ഉന്നയിച്ചത്, സർക്കാരിൻ്റെ ദൂർത്തിനെതിരെ ഒക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നവകേരള സദസ്സൊക്കെ നടത്താൻ കോടികൾ പൊടിച്ച സർക്കാർ ഇതുപോലെയുള്ള പാവപ്പെട്ട വൃദ്ധരായ, ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന, മാസം കിട്ടുന്ന ഈ ചെറിയ തുക കൊണ്ട് മരുന്നും ആഹാരവും ഒക്കെ വാങ്ങി കഴിക്കുന്ന വളരെ വൃദ്ധരായ ആൾക്കാരെ കുറിച്ച് യാതൊരു പരിഗണനയും സംസ്ഥാന സർക്കാർ കൊടുത്തില്ല എന്നുള്ളതാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ ഈ വളരെ ചെറിയ 1600 രൂപ എന്ന് പറയുന്നത് നമുക്കറിയാം. അതുകൊണ്ട് അത് മാസം തോറും കിട്ടുന്നത് കൊണ്ടാണ് ഇവർ പലപ്പോഴും സാധാരണ ഈ കടയിൽ നിന്നൊക്കെ കടം വാങ്ങിക്കും. ഈ പലചരക്ക് കടയിൽ നിന്നും മറ്റുമൊക്കെ സാധനങ്ങൾ കടമായിട്ട് വാങ്ങിക്കും. പെൻഷൻ കിട്ടുമ്പോഴാണ് ഈ പണം കൊടുക്കുന്നത്. അതുപോലെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് കടമായിട്ട് വാങ്ങും. വളരെ വൃദ്ധരായതുകൊണ്ടും ഈ പറഞ്ഞ പോലെ കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്നത് കൊണ്ടും അവരൊക്കെ മരുന്ന് സൗജന്യമായിട്ടും ഒക്കെ കൊടുക്കും. പിന്നെ വിലയുള്ള മരുന്നുകൾ ഈ പറഞ്ഞതുപോലെ കടമായിട്ട് കൊടുക്കും. അത് പെൻഷൻ കിട്ടുമ്പോഴാണ് ഇവർ ഈ കടം വീട്ടുന്നത്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവർക്ക് കടം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമായി. കാരണം കടം ഇങ്ങനെ തുക കൂടി വരുന്നു. മാസങ്ങളായി പെൻഷൻ ഇല്ല. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ കൂടുതൽ പെൻഷൻ കൊടുത്തിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ അത് വലിയ വിഷയമായപ്പോഴാണ് ഇനി കടം കിട്ടില്ല, ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഈ രണ്ട് അമ്മുമ്മമാർ ഈ മൺചട്ടിയും എടുത്ത് കഴുത്തിലൊരു ബോർഡും തൂക്കി ഈ ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല, ഞങ്ങളെ ജീവിക്കാൻ എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞ് ഭിക്ഷ യാചിച്ചുകൊണ്ട് സമരത്തിനിറങ്ങിയത്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് വലിയ കോളിളക്കം ഉണ്ടാക്കി. സംസ്ഥാന സർക്കാരിന് വലിയ നാണക്കേടുമായി. അതിനുശേഷം ഈ മറിയക്കുട്ടി എനിക്ക് തോന്നുന്നു ചാനലുകളോടൊക്കെ സംസാരിച്ചു. മറിയക്കുട്ടിയാണ് കുറച്ചുകൂടെ ആ കാര്യത്തിൽ കാര്യമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചത്. ഈ അന്നക്കുട്ടി അവരോടൊപ്പം സമരത്തിന് വന്നു. അന്ന് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഈ രണ്ട് വൃദ്ധരും കൂടെ സമരത്തിനിറങ്ങി. പക്ഷേ മറിയക്കുട്ടി അതിരൂക്ഷമായ വിമർശനമൊക്കെ ആയിട്ട് രംഗത്ത് വന്നു. പിന്നീട് അവർ BJPയിൽ ചേരുകയും ചെയ്തു. നരേന്ദ്രമോദിയുടെ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ കണ്ട് അതിൽ എനിക്ക് വലിയ താല്പര്യം തോന്നി, ഞാൻ അതിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാണ് അവർ BJPയിൽ ചേർന്നത്. കാരണം ഈ രണ്ട് വ്യക്തികൾക്കെതിരെയും ഈ വൃദ്ധ സ്ത്രീകൾക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം ഉണ്ടായിരുന്നു, പല വിവാദങ്ങളും ഉണ്ടായിരുന്നു, അല്ലെ? അവരെ വലിയ രീതിയിൽ ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നാക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. അവർക്ക് പേരിൽ കോടികളുടെ സ്വത്തുള്ളവരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, ദേശാഭിമാനി പത്രത്തിൽ വാർത്ത വന്നു, മറിയക്കുട്ടിയുടെ മകള് വിദേശത്താണ്, കോടികൾ വരുമാനമുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് വാർത്ത വന്നത്. അത് എന്ത് പറയാനാണ് ഇവരെക്കുറിച്ച്? ഈ വാർത്ത കൊടുക്കുന്നവർ ഒരല്പം ആലോചിക്കണ്ടേ? അങ്ങനെ എന്തെങ്കിലും ഗതിയുണ്ടെങ്കിൽ ഈ സ്ത്രീകൾ ഇപ്പം ഇത്രയും എന്തൊക്കെ പറഞ്ഞാലും മക്കള് അമ്മയുമായിട്ട് വഴക്കോ അല്ലെങ്കിൽ അകൽച്ചയിലോ ഒക്കെ ആയിരിക്കും. പക്ഷെ അമ്മ പട്ടിണി കിടക്കുകയാണെന്ന് അറിഞ്ഞാൽ നാണക്കേട് ഓർത്തെങ്കിലും, നാട്ടുകാരറിഞ്ഞാൽ നമുക്ക് മാനം പോകും എന്ന് വിചാരിച്ചിട്ടെങ്കിലും
എന്തെങ്കിലും പണം കൊടുക്കാതിരിക്കുമോ? അത്ര ദുഷ്ടരായ മക്കൾ നമ്മുടെ നാട്ടിലുണ്ടോ? ഇതൊന്നും ചിന്തിക്കാതെ വളരെ ഏകപക്ഷീയമായിട്ട് അങ്ങ് വാർത്തയൊക്കെ കൊടുത്തു. മാത്രമല്ല അതിരൂക്ഷമായ സൈബർ ആക്രമണമായിരുന്നു ഇവർക്കെതിരെ വന്നത്. കാരണം ഇവരുടെ ഈ രണ്ടുപേരുടെ പടവും ഈ സമരത്തിന്റെ ചിത്രവും ഒക്കെ വെച്ച് ഈ കഴുത്തിൽ ബോർഡൊക്കെ തൂക്കി മൺചട്ടിയുമായിട്ട് നിൽക്കുന്ന രണ്ട് വൃദ്ധകളുടെ പടമൊക്കെ വെച്ച് കോൺഗ്രസിന്റെയും BJPയുടെയും സൈബർ വിങ്ങുകൾ അതിരൂക്ഷമായ ആക്രമണമാണ് സർക്കാരിനെതിരെ അഴിച്ചുവിട്ടത്. അതിനെ നേരിടാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഈ CPMന്റെ സൈബർ പോരാളികൾ ഈ രണ്ടുപേരെയും വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചും അപമാനിച്ചും കൊണ്ട് രംഗത്ത് വരികയായിരുന്നു. പക്ഷെ ആ സാധു സ്ത്രീകൾ അതിനെതിരെ ഒന്നും പറഞ്ഞില്ല. അവർ ഈ ചാനലുകളോടൊക്കെ സംസാരിക്കുമ്പോൾ തങ്ങളുടെ ദൈന്യതയും തങ്ങളുടെ പ്രശ്നങ്ങളും സർക്കാർ കാണിക്കുന്ന നിരുത്തരവാദപരമായ സമീപനവും ഒക്കെ അവർ വിഷയമാക്കിയെങ്കിലും ഈ പറയുന്നത് പോലെ സൈബർ ആക്രമണത്തിനെതിരെ അവരൊന്നും പറഞ്ഞില്ല, ഒരു കേസും കൊടുത്തില്ല. വാസ്തവത്തിൽ ഇത്തരം ആൾക്കാർക്കെതിരെ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം നടക്കുമ്പോൾ കേസ് എടുക്കേണ്ടതാണ്. പോലീസ് സ്വമേധയാ കേസ് എടുക്കേണ്ടതാണ്. ഇവർക്ക് കയ്യിൽ മൊബൈലൊന്നുമില്ല. ഈ പറയുന്നത് പോലെ ഇവർക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് അറിയാനോ അത് കാണാനോ ഉള്ള അവസരമൊന്നും ഈ രണ്ടുപേർക്കും ഇല്ല. രണ്ടുപേരും വളരെ പാവപ്പെട്ടവരാണ്. പക്ഷേ ആ സമയത്ത് പോലീസ് ചെയ്യേണ്ടിയിരുന്നത് ഇതിനെതിരെ കേസെടുക്കേണ്ടതായിരുന്നു. സർക്കാർ ഈ കാര്യത്തിൽ കൃത്യമായൊരു മറുപടി പറയുകയോ ഈ രണ്ട് സ്ത്രീകളുടെ ആവലാതി കേൾക്കാൻ തയ്യാറാകുകയോ ഒന്നും ചെയ്തില്ല സർക്കാർ. കാരണം ഏതാണ്ട് 60 ലക്ഷത്തിന് മേളിൽ 62 ലക്ഷത്തോളം ആൾക്കാർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടെന്നാണ് കണക്കുകൾ. അതിൽ 2 പേർ, അതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും സർക്കാർ കൊടുത്തില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഭിക്ഷ കൊടുക്കുന്ന പോലെ. ക്ഷേമ പെൻഷൻ ഞങ്ങളൊരു ഔദാര്യം എന്നുള്ള മട്ടിലാണ് പറയുമ്പം വലിയ തേനും പാലും ഒക്കെ ഒലിക്കുന്ന വാക്കുകളൊക്കെ പറയും. അതൊക്കെ പറയും. ഞങ്ങൾ അത് 500 രൂപയായിരുന്നതിനെ ഞങ്ങൾ ഇത്രയായിട്ട് വർദ്ധിപ്പിച്ചു, ഞങ്ങൾ പിന്നീട് അത് ഇത്ര കൂട്ടി, ഇപ്പോൾ 1600 രൂപയാക്കിയത് ഞങ്ങളാണ്. ഉമ്മൻചാണ്ടി പോകുന്ന കാലത്ത് 2 വർഷം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരുന്നു, അത് കൊടുത്തത് ഞങ്ങളാണ്. ഇങ്ങനെ വലിയ വാക്കുകളൊക്കെ പറയും, വലിയ വാക്കുകളൊക്കെ പറയും. പക്ഷേ അന്ന് ഈ സമരം ഉണ്ടായ സമയത്ത് 2 സ്ത്രീകളോട് ഒരു അനുഭാവപൂർണമായ ഏതെങ്കിലും ഒരു മന്ത്രി ആ വീട്ടിൽ പോയിട്ട് സർക്കാർ വലിയ പ്രതിസന്ധിയിലാണ്, ഞങ്ങൾ വേണ്ടത് ചെയ്യാം, എത്രയും പെട്ടെന്ന് ഈ കുടിശ്ശിക തരാം, ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് പറയും, ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ അത് നിർവഹിക്കാം എന്ന് നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അതിനുണ്ടാകുമായിരുന്ന ഒരു എന്താ പറയുക, അതിന് കിട്ടുമായിരുന്ന ഒരു പിന്തുണ അത് സർക്കാർ ശ്രദ്ധ വെച്ചില്ല, അതിൽ ജാഗ്രത കാണിച്ചില്ല. പകരം സൈബർ പോരാളികളെ കൊണ്ട് ഇവർക്കെതിരെ അങ്ങ് അഴിഞ്ഞാടുകയാണ്. ദേശാഭിമാനി പത്രവും കൈരളി TVയും ഈ പറഞ്ഞതുപോലെ ഇവരുടെ ഈ സമ്പന്നരായ ബന്ധുക്കളെ തേടി കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലയുകയായിരുന്നു. അവർ എവിടുന്നൊക്കെയോ നുള്ളിപ്പറക്കി എന്തൊക്കെയോ വാർത്തകൾ ചെയ്തു. എല്ലാ വാർത്തകളും തെറ്റായിരുന്നു. അത് മുഴുവനും ചീറ്റിപ്പോയി. ഈ മറിയക്കുട്ടിയുടെ മകൾ വിദേശത്താണെന്നും വലിയ രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധിയുള്ള ആളാണെന്നും ഒക്കെ പറഞ്ഞാണ് ഇവർ രംഗത്ത് വന്നത്. പക്ഷെ അതെല്ലാം ചീറ്റിപ്പോയി. ഇപ്പോഴിതാ അതിൽ ഈ മറിയക്കുട്ടിയോടൊപ്പം അന്ന് സമരം ചെയ്ത അന്നക്കുട്ടി കാലയവനിയയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും മാസങ്ങളായി നമ്മുടെ ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിലാണ്. ഈ നല്ലൊരു ഓണത്തിന് ഈ ക്ഷേമ പെൻഷനൊക്കെ വാങ്ങി ഓണം ആഘോഷിക്കാൻ കാത്തിരുന്ന ആൾക്കാരോടൊപ്പം നിൽക്കാതെ ഇപ്പോൾ അവർക്ക് 88 വയസ്സുണ്ട് അന്നക്കുട്ടിക്ക്. ഈ അടിമാലി സ്വദേശിനി അന്നക്കുട്ടി എല്ലാവരെയും ഉപേക്ഷിച്ച് ഇനി പിണറായി വിജയൻ്റെ ക്ഷേമ പെൻഷൻ എനിക്ക് വേണ്ട എന്ന് വെച്ച് അവർ യാത്രയായി. തൻ്റെ എന്താ പറയുക ജീവിതയാത്ര ഇവിടെ പൂർത്തിയാക്കി ആ പാവം മടങ്ങി.